കൊല്ലത്തെ കുടിവെള്ള വിതരണം ഇന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലാകുമെന്നും മേയർ പ്രസന്ന ഏണസ്റ്റ്. വാട്ടർ അതോറിറ്റിയും കോർപ്പറേഷനും ഇതിനായി ശ്രമം നടത്തുകയാണെന്നും മേയർ 24-നോട് പറഞ്ഞു. കുടിവെള്ള പ്രശ്നം ഒരു രാഷ്ട്രീയ പ്രശ്നമായി എടുക്കേണ്ടതില്ല. അതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ വളരെ സങ്കടകരമായൊരു കാഴ്ചയാണ് ഇന്നലെ ഞാൻ മരണ വീട്ടിൽ പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഡിസംബർ മാസം 15-ാം തീയതിയാണ് നമ്മുടെ ശാസ്താംകോട്ടയിൽ നിന്നുള്ള കൊല്ലം പട്ടണത്തിലേക്ക് എത്തേണ്ട വലിയ പൈപ്പ് ലൈൻ വന്നിട്ടുള്ള പാലം തകർന്നത്. ആ പാലം തകർന്നതിന് ശേഷം ഉടനെ തന്നെ അടിയന്തരമായിട്ട് ഇവിടുന്ന് മേയർ, ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം ഞങ്ങൾ സ്ഥലം സന്ദർശിക്കുകയും അതിനോടൊപ്പം തന്നെ ഇതേ നമ്മുടെ ചവറയിൽ MLA അടക്കം അവിടെ വരികയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും അവിടെ വെച്ച് തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററുമായി ഫോണിൽ സംസാരിക്കുകയും ഉടനെ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, യുദ്ധകാല അടിസ്ഥാനത്തിൽ കൈയും മെയ്യും മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്, ഒരുമിച്ച് കൈകോർത്തുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, വലിയ വലിയ മെഷീനറി വേണമായിരുന്നു. ആ മെഷീനറി അടക്കം വളരെ പെട്ടെന്നാണ് നമ്മൾ എത്തിച്ചത്. വലിയ ക്രെയിൻ വേണമായിരുന്നു, ഡ്രഡ്ജർ വേണമായിരുന്നു, ഇതിനാവശ്യമായ പൈപ്പ്, ഇതെല്ലാം നമ്മൾ ഒരു പ്രൊസീജിയർ നോക്കിയിട്ടില്ല. അതാണ് ഞങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ സഹായം, അതുപോലെ ഉദ്യോഗസ്ഥര് കൈയും മെയ്യും മറന്നു നിന്ന് തന്നെയാണ് ആ പ്രവർത്തനം ഏറ്റെടുത്തത്. കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം.